ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്, അല്ലെങ്കിൽ ഒരു എവറിഡേ മേക്കപ്പ് ലുക്കാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ബിഫോർ കോലം വന്നിട്ട്. അപ്പോൾ എൻ്റെ ഹെയറും ഒക്കെ ആകെ മൊത്തം എന്താ പറയുക ഡെല്ലായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ എൻ്റെ ഹെയർ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഹെയർ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്യുന്നുണ്ട്. കാരണം സ്മൂത്തൊക്കെ ചെയ്തത് കുറേ വളർന്നപ്പോൾ ആകെ മൊത്തം എന്താ പറയുക കേള് സ്ട്രെയിറ്റ് അങ്ങനെയാണ് ഉള്ളത് ഇപ്പോൾ ഹെയർ. അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് സ്മൂത്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം എന്താ പറയുക വലിയ അടിപൊളിയായിട്ടൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. എൻ്റെ ഹെയറിൻ്റെ കാര്യം അങ്ങ് റെഡി ആയിട്ടുണ്ട്. ഭയങ്കര പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഞാൻ ഹെയർ ഒന്ന് നന്നായിട്ട് കെട്ടി വെക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മേക്കപ്പൊക്കെ ചെയ്യുമ്പോൾ ഹെയർ മുന്നിലോട്ടൊക്കെ വന്ന എന്തോ ഒരു പോലെയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ സ്കിന്ന് നന്നായിട്ട് പ്രപ്പ് ചെയ്യുന്നുണ്ട്. സ്കിന്ന് ക്ലെൻസ് ചെയ്ത് മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതായത് ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മേക്കപ്പിലോട്ട് കടക്കാം. അപ്പം ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്യുന്നത് ഐബ്രോസ് ഫില്ല് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മിനിമൽ അഫോർഡബിൾ മേക്കപ്പ് പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ എല്ലാം യൂസ് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ ഉള്ളതും അങ്ങനെയുള്ള പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യുന്നത് ഈ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഹെയറൊക്കെ ഒന്ന് റെഡിയാക്കി ഐബ്രോസും ത്രെഡൊക്കെ ചെയ്ത് നല്ല ഷേപ്പിൽ നിന്നാൽ പിന്നെ നമുക്ക് മേക്കപ്പ് അധികം ഇല്ലെങ്കിൽ നമ്മുടെ ഫേസ് നല്ലൊരു എന്താ പറയുക കാണാനൊരു ഭംഗിയായിരിക്കും, അല്ലെങ്കിൽ കുറച്ചൊരു ഓക്കെ ആയിരിക്കും കേട്ടോ. പിന്നെ അധികം മേക്കപ്പിൻ്റെ ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ ഒരു ലിപ്സ്റ്റിക്ക് പൊട്ടൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഫേസ് അടിപൊളിയായിരിക്കും. കൂടുതലും ഞാനൊക്കെ അങ്ങനെയാണ് കേട്ടോ പോകുന്നത്. പിന്നെ വല്ല ഫങ്ഷൻസും കാര്യങ്ങളും വരുമ്പോഴാണ് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഏതോ ഒരു ഐബ്രോ പെൻസിലാണ് കേട്ടോ, ഇവിടെ നാട്ടിലുള്ള സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫേസിൽ കുറച്ചധികം പിമ്പിൾസ് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം. കാരണം ഈ ഒരു സീസൺ, ഈ ഒരു ചൂടുകാലമായാലും എൻ്റെ ഫേസിൽ ഭയങ്കരമായിട്ട് പിമ്പിൾസ് ഉണ്ടാവാൻ തുടങ്ങും. അപ്പം അതിൻ്റെയൊക്കെ ഡാർക്ക് സ്പോട്ട്സ് ഇങ്ങനെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ണിൻ്റെ ചുറ്റും ഡാർക്ക് സർക്കിൾസും അങ്ങനെ കുറച്ച് പിഗ്മെൻറ്റേഷൻ്റെ പ്രശ്നങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം അതൊരു കൺസീലറിൻ്റെ ഇതിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ എൻ്റെ ഇതുപോലെ തന്നെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു നോർമൽ സ്കിന്നിൻ്റെ ആ ഒരു കളറുമായിട്ട് മാച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പെൻസിൽ വെച്ചിട്ട് കണ്ണ് എഴുതുന്നുണ്ട്. ഞാനിവിടെ യൂസ് ചെയ്യുന്ന പെൻസിൽ ഡാസ്ലറിൻ്റെയാണ്. ഈ ഒരു കാജൽ പെൻസിലാണ് കേട്ടോ ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെത്, പക്ഷേ ഈ ഒരു മോഡലായിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് കണ്ണിൻ്റെ താഴെയും ടൈറ്റ് ലൈനും മേലെയും ഒക്കെ എഴുതി കൊടുത്തിട്ട് മേലെ ഉള്ളതൊന്ന് നന്നായിട്ട് സ്മഡ്ജ് കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ആ ഒരു നല്ലൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് കണ്ണിന്. അപ്പം ഈ ഒരു ബ്ലാക്ക് കുർത്തിക്ക് ചേരുന്ന ഒരു രീതിയിലാണ് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുള്ളത്. പിന്നെ മേക്കപ്പ് ചെയ്യുമ്പോൾ മാക്സിമം കഴുത്തിലും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഞാനിപ്പം എവിടെയും പോകുന്നില്ല, ജസ്റ്റ് വീഡിയോ പർപ്പസിനും വേണ്ടി മാത്രമാണ് കേട്ടോ ഈ ഒരു മേക്കപ്പ് ലുക്ക് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ നെക്കിലൊന്നും ചെയ്യുന്നില്ല. പക്ഷേ എവിടെയെങ്കിലും പോകാൻ വേണ്ടി ചെയ്യുന്നതാണെങ്കിൽ നെക്കിലൂടെ അപ്ലൈ ചെയ്തിട്ട് ഇതേപോലെ തന്നെ ചെയ്തു കൊടുക്കുക. ജസ്റ്റ് ഫൗണ്ടേഷനൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യുക. കാരണം ഇല്ലെങ്കിൽ ആ ഒരു ടോൺ പെട്ടെന്ന് മനസ്സിലാകും, രണ്ടും രണ്ട് ടോണിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ കണ്ണും അതുപോലെ തന്നെ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ കണ്ണിൽ ഒരു മസ്കാര അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് മെബിലിൻ്റെ ഹൈപ്പക്കൾ മസ്കാരയാണ് കേട്ടോ. ഇത് അടിപൊളി മസ്കാരയാണ്, വാട്ടർ പ്രൂഫാണ്. അതുപോലെ തന്നെ നല്ല ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇതിൻ്റെ ആ ഒരു ബ്രഷൊക്കെ നല്ലൊരു എന്താ പറയുക ബെൻഡ് പോലെയൊക്കെ ആയതുകൊണ്ട് നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാനും പറ്റും. ബിഗിനേഴ്സിനൊക്കെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന മസ്കാരയാണ് കേട്ടോ. പിന്നെ ഇത് നല്ല ടൈം എടുത്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ മസ്കാര കഴിഞ്ഞു. ഇനിയിപ്പം നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഞാനൊരു പൊട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ബ്ലാക്ക് കളർ ഒരു പൊട്ട് കേട്ടോ, ചെറിയൊരു പൊട്ട്. ഇതാണ് എൻ്റെ ഒരു ഡെയിലി ആണ് കേട്ടോ. ഈ ഒരു പൊട്ടാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മുടെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് വേറെ തന്നെ ഒരു ലെവലാകും. കാരണം ലിപ്സ്റ്റിക്ക് എന്ന് പറയുമ്പോൾ ഇപ്പം എൻ്റെ ഒരു കോൺഫിഡൻസിൻ്റെ അല്ലെങ്കിൽ ഒരു പാർട്ട് തന്നെയാണ് കേട്ടോ. ഒരു മേക്കപ്പിനേക്കാളും എൻ്റെ ഒരു ഡെയിലി ഒരു റുട്ടീൻ എന്നൊക്കെ പറയും. എവിടെയെങ്കിലും പോകുന്നതാണെങ്കിൽ അല്ലെങ്കിൽ തൊട്ടടുത്തായാലും ഈ ഒരു ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു കോൺഫിഡൻസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് ആ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇന്ന് യൂസ് ചെയ്തിട്ടുള്ളത് ഇൻസൈറ്റിൻ്റെ കോഫി കമാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. അടിപൊളി പെർഫെക്റ്റ് ഷെയ്ഡാണ്.
90 റുപ്പീസോ മറ്റേ ഉള്ളൂ. ആ ഒരു റേറ്റിന് അടിപൊളിയാണ്. എന്താ പറയുക, അഫോർഡബിൾ ആണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്. ലിക്വിഡ് ലിപ്സ്റ്റിക് അല്ലേ, നന്നായിട്ട് ലാസ്റ്റൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അടിപൊളിയാണ് കേട്ടോ. പിന്നെ അറ്റ് ലാസ്റ്റ് നമ്മളൊരു ബ്ലഷ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് എൻ്റെ ലിപ്സ്റ്റിക് തന്നെ ഞാനിങ്ങനെ ബ്ലഷ് ആക്കിയിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ഈ ഒരു ബ്ലാക്ക് കുർത്തിക്കൊരു ഒരു കുറച്ച് റെഡായിട്ടുള്ള ഒരു ലിപ്സ് അല്ലെങ്കിൽ ഒരു ഫേസൊക്കെ ഒന്ന് റെഡായ കുറച്ചുകൂടി ഒരു ക്യൂട്ടായിട്ട് തോന്നി എനിക്ക്. അപ്പം അങ്ങനെ ചെയ്യുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് നമ്മളെ ഹെയർ ഒന്ന് അഴിച്ചിടുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ മേക്കപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഹെയറൊക്കെ ഇങ്ങനെ അഴിച്ചിടുന്നത് കേട്ടോ. ഈ ഒരു ക്ലൈമറ്റിൽ ഹെയർ എപ്പോഴും കെട്ടിവെക്കാന്ന് ഉള്ള ഒരാളാണ് ഞാൻ. അപ്പം എവിടെയെങ്കിലും പോകുന്നതാണെങ്കിൽ ഞാൻ എന്തായാലും കെട്ടിവെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ പ്രത്യേകിച്ച് ഒരു എക്സ്ട്രാ സാധനങ്ങളോ കാര്യങ്ങളോ മേക്കപ്പ് പ്രോഡക്ട്സോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കാണ്. വേണ്ടവർക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എങ്ങനെയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. എൻ്റെ ഈ ഒരു ലുക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ഒരു കുർത്തി ഞാനൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വാങ്ങിയിട്ടില്ല കേട്ടോ. അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ വരുന്നുണ്ട്. അപ്പം ഈ ഒരു കുർത്തി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലാതെ ഒരുപാട് ഓൺലൈൻ സൈറ്റ്സിലും ഉണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് ഭയങ്കര അഫോർഡബിൾ ആയിട്ട് ആ ഒരു സൈറ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഞാനിങ്ങനെ ഹെയറൊക്കെ പലതരത്തിൽ വെച്ചിട്ട് നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു മേക്കപ്പ് വീഡിയോ എന്ന് പറഞ്ഞാൽ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയറോട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ, ബൈ ബൈ.